ഗുഡ് മോർണിംഗ് എവരി വൺ. സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി എന്ന സബ്ജക്റ്റിൽ 4 മൊഡ്യൂളുകളിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പാർട്ട് 1 ലെക്ചറും പാർട്ട് 2 ലെക്ചറും ഓൾറെഡി ഷെയർഡാണ്. ഇത് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് മൊഡ്യൂൾ 1 പാർട്ട് 3. ഇതോടുകൂടി മൊഡ്യൂൾ 1 അവസാനിക്കുകയാണ്. എന്തൊക്കെയാണ് പാർട്ട് 3യിലുള്ള മെയിൻ കണ്ടൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയർ ചേഞ്ച് സ്ട്രാറ്റജി ദാറ്റ് ഹാപ്പൻസ് ഇൻ 2 സ്റ്റെപ്സ്. നമുക്കൊരു കരിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കരിയർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ജോലി കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡേൺ ഫ്ലവർ എക്സസൈസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് 5 ടിപ്സ് ഫോർ ചേഞ്ചിങ് ഓർ ചൂസിങ് എ കരിയർ. നമ്മൾ 2 സ്റ്റെപ്പ് ഒരു ചേഞ്ചിങ് കരിയറിൻ്റെ 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി ഓൾറെഡി ഡിസ്കസ് ചെയ്യും. അതല്ലാതെ ഒരു 5 ടിപ്സ് എന്നുള്ള രീതിയിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും ഏരിയാസാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം ഡിസ്കസ് ചെയ്യാം. ഹൗ ടു ചേഞ്ച് എ കരിയർ, അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നത് തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് ജമ്പിങ് ഫ്രം പോയിൻറ്റ് എ ടു പോയിൻറ്റ് ഡി, ഗോ ത്രൂ പോയിൻറ്റ് ബി ഓർ പോയിൻറ്റ് സി, ദെൻ റീച്ച് പോയിൻറ്റ് ഡി ഫൈനലി എന്നുള്ളൊരു കൺസെപ്റ്റ്. എന്താ ഈ പോയിൻറ്റ് എ, ഡി, ബി, സി ഇതൊക്കെ നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടാവും, യുവർ കറൻറ്റ് ജോബ് ഇൻ എ കറൻറ്റ് ഇൻഡസ്ട്രി. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും, അതാണ് എ. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വുഡ് ലൈക്ക് ടു ചേഞ്ച് യുവർ കരിയർ. ഓക്കെ, ഒരു ഡ്രീം ജോബ് നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടാവും, ഒരു ഡ്രീം ഇൻഡസ്ട്രിയും വേറൊരു ഇൻഡസ്ട്രിയും. ഇതാണ് ഡി എന്ന് പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരൊറ്റ ജമ്പ്, 1 സ്റ്റെപ്പ് ആയിട്ടൊരു ജമ്പ് എളുപ്പമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ജമ്പിങ് ഫ്രം പോയിൻറ്റ് എ ടു പോയിൻറ്റ് ഡി, നിങ്ങൾ കറണ്ട് ജോബ് കറണ്ട് ഇൻഡസ്ട്രി എ, അതിൽ നിന്ന് ഒരു ഡ്രീം ജോബ് ഇൻ ഡ്രീം ഇൻഡസ്ട്രി എ ടു ഡി ഉള്ള 1 സ്റ്റെപ്പ് ജമ്പ് അത്ര പ്രായോഗികമല്ല. അതിന് പകരം നിങ്ങൾ ബി എന്ന് പറഞ്ഞൊരു പോയിൻറ്റിലേക്ക് അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്കോ മാറിയ ശേഷം വേണം ഡിയിലേക്ക് എത്താൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 2 അപ്രോച്ചുകളാണ് പറയുന്നത്. യു നീഡ് ടു റീച്ച് ഡി ഫ്രം എ, എയിൽ നിന്ന് ഡിയിലെത്തണം. ഓക്കെ, അപ്പോൾ അതിന് 2 സ്ട്രാറ്റജികൾ നമുക്ക് യൂസ് ചെയ്യാം. എ ബി ഡി അപ്രോച്ചും ഉണ്ട്, എ സി ഡി അപ്രോച്ചും ഉണ്ട്. നമുക്ക് എയിൽ നിന്ന് ഡിയിലാണ് എത്തേണ്ടത്, എയിൽ നിന്ന് ഡിയിലെത്തണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എ ബി ഡി അപ്രോച്ചിലൂടെയും നിങ്ങൾക്ക് പോകാം, എ സി ഡി അപ്രോച്ചിലൂടെയും നിങ്ങൾക്ക് പോകാം. ഇതാണ് 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി എങ്ങനെ വരുന്നു? എയിൽ നിന്ന് ബിയിലേക്ക് പിന്നെ ഡിയിലേക്ക്. അപ്പോൾ അവിടെ 2 സ്റ്റെപ്പായി. അത് എ ബി ഡി അപ്രോച്ച്. എയിൽ നിന്ന് സിയിലേക്ക് പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക്, അതും 2 സ്റ്റെപ്പായി. നമുക്ക് നോക്കാം എന്താണ് ഈ ബിയും സിയും നമുക്കറിയാത്തത്. എയും ഡിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണെന്നുള്ളത്. എയിൽ നിന്ന് നമുക്ക് ഡിയിലേക്കാണ് പോകേണ്ടത്. എ ബി ഡി പാത്ത് എന്താണെന്നുള്ളത് നോക്കാം. എ ബി ഡി അപ്രോച്ച് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, കീപ്പ് യുവർ റോൾ, ചേഞ്ച് യുവർ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുന്നത്? കീപ്പ് യുവർ റോൾ, ചേഞ്ച് യുവർ ഇൻഡസ്ട്രി. സ്റ്റെപ്പ് എ ബി ഡി അപ്രോച്ച് എടുക്കുമ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ റോള് മാറുന്നില്ല, പക്ഷേ ഇൻഡസ്ട്രി നിങ്ങൾ മാറുന്നു. ഓക്കെ, ഈ എ ബി ഡി അപ്രോച്ചിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 2 2 സ്റ്റെപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എ ബി ഡി അപ്രോച്ചിൽ ആദ്യം എന്താണ്? നിങ്ങളുടെ റോള് ജോലി നിങ്ങൾ മാറുന്നില്ല, സെയിം റോള് തന്നെ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഇൻഡസ്ട്രി മാറുന്നു. അതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രി മാറിയ ശേഷം നിങ്ങൾ റോള് മാറുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ എത്തി. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? എ ബി ഡി സ്ട്രാറ്റജിയിൽ നമുക്ക് എ എന്നുള്ളത് കറണ്ട് ജോബ് ഇൻ കറണ്ട് ഇൻഡസ്ട്രിയാണ്. നമുക്ക് മറ്റൊരു ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു ജോലി കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി എ ബി ഡി അപ്രോച്ചിൽ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ സെയിം ജോലി തന്നെ, കറണ്ട് ജോബ് തന്നെ നമ്മൾ നിലനിർത്തി, പക്ഷേ ഇൻഡസ്ട്രി നമ്മൾ മാറി. ഓക്കെ, ഇൻഡസ്ട്രി മാറി. അതിനുശേഷം നമ്മൾ എന്തായി? ജോലിയും മാറി. അങ്ങനെ നമ്മൾ ഡി എന്ന് പറഞ്ഞ ഒരു ഡ്രീം ജോബ് ഇൻ ഡ്രീം ഇൻഡസ്ട്രിയിലേക്ക് എത്തി. ഇനി എ സി ഡി അപ്രോച്ച് എന്താ പറയുന്നത്?
ഇവിടെ ഇൻഡസ്ട്രി മാറുന്നില്ല, നിങ്ങളുടെ റോള് മാറുകയാണ്. കീപ്പ് യുവർ ഇൻഡസ്ട്രി. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ റോള് മാറുന്നു. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യുന്നു? പുതിയ ഇൻഡസ്ട്രിയിലേക്ക് നീങ്ങുന്നു. ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. ABD അപ്രോച്ചും ഉണ്ട്, ACD അപ്രോച്ചും ഉണ്ട്. ABD അപ്രോച്ചിൽ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഇൻഡസ്ട്രി മാറുന്നു, പിന്നീട് റോള് മാറുന്നു. ACD അപ്രോച്ചിലോ റോള് മാറുന്നു, പിന്നീട് ഇൻഡസ്ട്രി മാറുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ പറയുന്നത് ഇത് A എന്ന് പറഞ്ഞ പോയിൻ്റ് കറണ്ട് ജോബാണ് ഈ പറയുന്നത്. അക്കൗണ്ടൻറ്റ് ഇൻ ടെലിവിഷൻ. ഒരു ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ അക്കൗണ്ടൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ കറണ്ട് ജോബ്. ഓക്കെ, നമുക്ക് എത്തേണ്ട D ഏതാ? മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ റിപ്പോർട്ടറായിട്ട് മാറണം. ഓക്കെ, മെഡിസിൻ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ റിപ്പോർട്ടറായിട്ട് മാറണം. ഇതാണ് നമ്മളുടെ ഡ്രീം ജോബ്. അപ്പോൾ അക്കൗണ്ടൻ്റ് എന്നുള്ളത് മാറി റിപ്പോർട്ടറാകണം, ടെലിവിഷൻ ഇൻഡസ്ട്രി മാറി മെഡിസിൻ ഇൻഡസ്ട്രി ആവണം. അപ്പോൾ നേരെ എയിൽ നിന്ന് ഡിയിലേക്ക് എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻസ് ഇല്ലേ, അത് ഡിഫിക്കൽട്ട് പാത്താണ്. അതത്ര എളുപ്പമല്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട 2 സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണ്. ഒന്നെങ്കിൽ ABD അപ്രോച്ച്, അല്ലെങ്കിൽ ACD അപ്രോച്ച്. ഈ ഇതിലേതെങ്കിലും ഒരു അപ്രോച്ച് നിങ്ങൾ എടുക്കുക. നമ്മൾ ആദ്യം ABD അപ്രോച്ച് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. ABD അപ്രോച്ചിൽ എന്താ പറയുന്നത്? കീപ്പ് യുവർ റോൾ, ചേഞ്ച് യുവർ ഇൻഡസ്ട്രി. ആദ്യം ഇൻഡസ്ട്രി മാറാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ABD അപ്രോച്ചിൽ എന്താ? അക്കൗണ്ടൻറ്റ് ഇൻ ടെലിവിഷൻ, അക്കൗണ്ടൻറ്റ് ഇൻ മെഡിസിൻ ഫീൽഡ്. അപ്പോൾ ഇവിടെ എന്താണ്? കീപ്പ് യുവർ റോൾ. അക്കൗണ്ടൻ്റ് എന്നുള്ള റോള് നമ്മൾ കീപ്പ് ചെയ്തു. ചേഞ്ച് യുവർ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തു. ടെലിവിഷനിൽ നിന്ന് നമ്മൾ മെഡിസിനിലേക്ക് മാറി. ആദ്യത്തെ 1 സ്റ്റെപ്പ് നമ്മളെടുത്തു. അതിന് ശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ പറയുന്ന പോലെ തന്നെ ദെൻ ചേഞ്ച് യുവർ റോൾ വിത്തിൻ ദ ഇൻഡസ്ട്രി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇൻഡസ്ട്രി നമ്മൾ മാറേണ്ട ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇനി ചേഞ്ച് ദ റോൾ. നമുക്ക് മാറേണ്ടത് എങ്ങോട്ടേക്കായിരുന്നു? മെഡിസിൻ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ തന്നെ റിപ്പോർട്ടർ എന്ന റോളിലേക്ക് മാറി. ഈ ഒരു പാത്ത് നമുക്ക് എളുപ്പകരമായി ചെയ്യാൻ പറ്റി. ആദ്യം നമ്മൾ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്തു, റോൾ അത് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ഇൻഡസ്ട്രിയിലെ റോള് മാറ്റി. ഈ രീതിയിൽ നമ്മൾ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തി. ഇനി അടുത്ത പ്രോസസ്സ് എന്താ പറയുന്നത്? അടുത്ത അപ്രോച്ച് ACD അപ്രോച്ച്. ഓക്കെ, ACD അപ്രോച്ച്. ACD അപ്രോച്ച് എന്തായിരുന്നു പറഞ്ഞത്? കീപ്പ് യുവർ ഇൻഡസ്ട്രി മാറരുത്, റോള് ചേഞ്ച് ചെയ്യൂ. അടുത്ത സ്റ്റെപ്പിൽ ഇൻഡസ്ട്രി മാറൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ACD അപ്രോച്ചിൽ എന്താ? ഇൻഡസ്ട്രി എന്താണ് പറഞ്ഞത്? ഇൻഡസ്ട്രി മാറരുത്, റോള് മാത്രം മാറുക ആദ്യപടിയിൽ. ACD അപ്രോച്ച് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രി ടെലിവിഷനാണ്, ഇവിടെയും ടെലിവിഷൻ തന്നെയാണ്. ഇൻഡസ്ട്രി മാറിയിട്ടില്ല, പക്ഷേ റോള് മാറി. അക്കൗണ്ടൻ്റ് എന്നുള്ള റോളിൽ നിന്ന് ചേഞ്ച് ദ ജോബ് ടൈറ്റിൽ, റിപ്പോർട്ടറിലേക്ക് നമ്മൾ മാറി, ബട്ട് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ മൂവ് ഇൻ ടു ദി ന്യൂ ഇൻഡസ്ട്രി. അപ്പോൾ നമുക്ക് മാറേണ്ട റിപ്പോർട്ടറിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇനി ഇൻഡസ്ട്രി മാറുക. റിപ്പോർട്ടർ ടെലിവിഷനിൽ നിന്ന് മെഡിസിനിലേക്ക് മാറി. അപ്പോൾ നമ്മൾ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തി ത്രൂ ACD അപ്രോച്ച്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ കറണ്ട് ജോബ് ഇൻ കറണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഡ്രീം ജോബ് ഇൻ ഡ്രീം ഇൻഡസ്ട്രിയിലേക്കുള്ള മാറ്റം, എയിൽ നിന്ന് ഡിയിലേക്കുള്ള മാറ്റം ABD അപ്രോച്ചിലൂടെയോ ACD അപ്രോച്ചിലൂടെയോ 2 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഒരു ജോലി നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 സ്ട്രാറ്റജീസ് വി ക്യാൻ ഡു ഫോർ ഫൈൻഡിങ് എ ജോബ്. നേരത്തെ നമ്മളിപ്പോൾ 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി പറഞ്ഞത് കരിയർ ചേഞ്ചിനെ കുറിച്ചിട്ടായിരുന്നു. ഇവിടെ ഒരു ജോലി നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ അന്വേഷിക്കുമ്പോൾ വി ക്യാൻ ഫോളോ 2 ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. അതിൽ 2 സ്ട്രാറ്റജീസാണ്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, എല്ലാവരും ചെയ്യുന്നത്. രണ്ടാമത്തത് പാരച്യൂട്ട് അപ്രോച്ച്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ട്രഡീഷണൽ അപ്രോച്ച് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ദിസ് ഈസ് ദ വൺ വിച്ച് മോസ്റ്റ് പീപ്പിൾ ഡു. എല്ലാവരും ചെയ്യുന്നത് ഇതാണ്, കാരണം ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഈ ട്രഡീഷണൽ അപ്രോച്ച്? നമ്മൾ നോർമലി ജോലി അന്വേഷിക്കുന്ന ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുക? സെർച്ചിങ് ഫോർ ജോബ് പോസ്റ്റിംഗ് ഓൺലൈനായിട്ടുള്ള എല്ലാ ജോബ് പോർട്ടൽസിലും കയറി ജോലിയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കും. അങ്ങനെ എന്തെങ്കിലും ഒഴിവുണ്ടെങ്കിൽ സെൻഡിങ് യുവർ റെസ്യൂം ടു ഡസൻസ് ഓഫ് കമ്പനീസ്. പല കമ്പനികളിലേക്ക് നമ്മളുടെ റെസ്യൂമുകൾ അയച്ചു നോക്കും. അവിടെ നിന്ന് എന്തെങ്കിലും റിപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ജോബ് ഫെയറുകളിലും എംപ്ലോയ്മെൻറ്റ് ഏജൻസീസിലും നമ്മൾ കയറി ഇറങ്ങും. ഫോളോയിങ് ദ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഈ പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ട്രഡീഷണൽ അപ്രോച്ച്
വർക്ക് ആകുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും? യു ആർ ഇൻ ഹൈ ഡിമാൻഡ് ഫീൽഡ്, വളരെ കുറവ് ആളുകളുള്ള, നമുക്ക് നല്ല ഡിമാൻഡുള്ള സമയത്ത് ഇങ്ങനെ പോയാലും ഓക്കെ, നിങ്ങൾക്ക് കിട്ടും. യു ആർ ഇൻ ഏർലി ഇൻ യുവർ കരിയർ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ രീതിയിൽ കുറച്ച് നാളൊക്കെ അന്വേഷിച്ച് പോവാം, കാരണം നിങ്ങൾക്ക് സമയമുണ്ട്. യുവർ റെസ്യൂം മാച്ചസ് ദ ജോബ് പോസ്റ്റിംഗ് പെർഫെക്റ്റ്ലി, നിങ്ങളുടെ റെസ്യൂം ഈ പറയുന്ന ജോബ് പോസ്റ്റിങ്ങിനായിട്ട് പെർഫെക്റ്റ് മാച്ച് ആണെങ്കിലും ചിലപ്പോൾ ഈ വഴി നിങ്ങൾക്ക് സഹായകരമാകും. പക്ഷേ ഇത് എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യാത്തത്? നിങ്ങളുടെ ഫീൽഡ് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്, ഓവർ സാച്ചുറേറ്റഡ് ആണ്, ഓൾറെഡി ഒരുപാട് പേരുള്ളതാണെങ്കിൽ ഇങ്ങനെ പത്രപരസ്യമോ അല്ലെങ്കിൽ ഇതും കണ്ട് റെസ്യൂമും അയച്ച് റിപ്ലൈക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനേ ഉള്ളൂ, ഒന്നും നടപടിയാവില്ല. നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ വീണ്ടും വേറൊരു കമ്പനിയിലേക്ക്, പല കമ്പനികളിലേക്ക് മെയിലുകൾ അയച്ച് ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ടെങ്കിലും കാര്യം നടക്കില്ല. ഓക്കെ, യു ആർ റിലയിങ് ഓൺ ഹോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് കണക്ഷൻ. പരിചയങ്ങൾ യൂട്ടിലൈസ് ചെയ്യാതെ എന്നെ വിളിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്ന സാഹചര്യത്തിലും ഇത് വർക്കാവില്ല. അപ്പോഴാണ് ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ ഔട്ട്പ്ലേസ് ചെയ്തുകൊണ്ട് പാരച്യൂട്ട് അപ്രോച്ച് വന്നിരിക്കുന്നത്. ദിസ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ഇൻ ടോട്ടലി ഡിഫറെൻറ്റ് പ്ലേസ്. നിങ്ങളിൽ നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് ഫോർ ഓപ്പണിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലെന്തായിരുന്നു കണ്ടത്? വല്ല ജോബ് ഓപ്പണിങ്സും ഉണ്ടോയെന്ന് ഓൺലൈൻ തപ്പുന്നു, മെയിൽ അയക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഏജൻസീസിൽ പോകുന്നു, ഇതൊക്കെയാണ് പറഞ്ഞ പരിപാടികൾ. ഇതിലെങ്ങനെയാണ് ജോബ് ഓപ്പണിങ്സ് ഒക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നു. നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയ ഏതാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എവിടെയൊക്കെയാണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട വാല്യൂസും നിങ്ങളുടെ ലക്ഷ്യങ്ങളും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുന്നു. അതിനുശേഷം അത് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യുന്നു? റിസർച്ച് ഫീൽഡ്സ് ആൻഡ് കമ്പനീസ് വെർ ദോസ് ക്വാളിറ്റീസ് ആർ യൂസ്ഫുൾ. നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ഗോളുകളും ഒക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, അതൊക്കെ ഒരു ക്വാളിറ്റിയായി മാറുന്ന രീതിയിലുള്ള ഫീൽഡുകൾ ഏതൊക്കെയാണ്, കമ്പനികൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുന്നു. എല്ലാത്തിലേക്കും ബ്ലാങ്ക് ആയിട്ട് അപേക്ഷിക്കാതെ നിങ്ങളുടെ സ്ട്രെങ്ത്തും ഇൻട്രസ്റ്റും വാല്യൂസും ഗോൾസും ഒക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറുന്ന ഫീൽഡും കമ്പനി ഏതാണെന്നുള്ളത് നിങ്ങൾ റിസർച്ച് നടത്തുന്നു. അതിനുശേഷം എന്താണ്? വെറുതെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയല്ല, റീച്ച് ഔട്ട് ഡയറക്റ്റ്ലി. അവിടെ ജോബ് ഓപ്പണിങ്സ് ഒന്നും ഈ കമ്പനികളിൽ അപ്പോൾ ഇല്ലെങ്കിൽ പോലും നേരിട്ട് അവരിലേക്ക് എത്തുക. ഈവൻ ഇഫ് ദർ ഇസ് നോ ജോബ് പോസ്റ്റഡ്, അവിടെ അപ്പോൾ പ്രത്യേകിച്ചൊരു ജോബ് ഓപ്പണിംഗ് ഉണ്ടാവില്ല, എന്നാലും നേരിട്ട് അവരിലേക്ക് എത്തുക. പിന്നെ യൂസ് പേഴ്സണൽ നെറ്റ്വർക്ക്സ്, റെഫറൽസ്, ബ്രിഡ്ജ് പീപ്പിൾ ടു കണക്ട്. നമുക്ക് ഒരു ഓൺലൈനായിട്ടൊരു അപേക്ഷിച്ചിട്ട് ഇങ്ങനെ നമ്മളെ വിളിക്കുമായിരിക്കുന്ന കാത്തിരിക്കാതെ നമ്മളുടെ പേഴ്സണൽ നെറ്റ്വർക്ക്സ്, റെഫറൽസ്, ആ മേഖലയുമായിട്ട് കണക്റ്റഡുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് നമ്മളെ റെഫർ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ട് ആൾക്കാരെ നമ്മളൊരു പാലമായി ഉപയോഗിച്ച് ആ ഒരു കമ്പനിയിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ക്രിയേറ്റ് എ കോൺവെർസേഷൻ, നോട്ട് ജസ്റ്റ് എൻ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുകയല്ല, ആ കമ്പനിയുമായിട്ട് ഒരു ഹെൽത്തി കോൺവെർസേഷനൊക്കെ നടത്തി എന്നെ അറിയുന്ന ഇന്ന റെഫറൽസ് ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് പേഴ്സണൽ നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്ത് ആ കമ്പനിയിലേക്ക് കയറി പറ്റുന്ന ഒരു പരിപാടിയാണ് പാരച്യൂട്ട് അപ്രോച്ച്. നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അതിനനുയോജ്യമായ കമ്പനികൾ കണ്ടെത്തി ആ കമ്പനികളിലേക്ക് ജോലി പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നേരിട്ടെത്തി അവരുമായിട്ട് റെഫറൽസൊക്കെ കീപ്പ് ചെയ്ത് ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് ആ കമ്പനിയിലേക്ക് കയറിക്കൂടുന്ന പരിപാടിയാണ് ഇത് പാരച്യൂട്ട് അപ്രോച്ച്. ഇതിലെ പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 70-80% ഓഫ് ദ ജോബ്സ് ആർ ഫിൽഡ് ത്രൂ റെഫറൽസ്, നോട്ട് പബ്ലിക് പോസ്റ്റിങ്സ്. ഒരു 70-80% ജോലികളും ഈ ട്രഡീഷണൽ അപ്രോച്ചിലൂടെ പോയാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. കൂടുതലും നിങ്ങളെ റെഫർ ചെയ്ത് ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കി പേഴ്സണൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി പോകുന്നതാണ് 70-80% ഓഫ് ജോബ്സ് എന്നുള്ളതാണ് ഫാക്ട്. സോ അതിന് പ്രധാനപ്പെട്ട നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു, ട്രഡീഷണൽ ജോബ് സെർച്ചും പാരച്യൂട്ട് അപ്രോച്ചും. ജോബ് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി പോകുന്നതാണ് ട്രഡീഷണൽ. ഇതോ നിങ്ങളുടെ സ്ട്രെങ്ത്തും ഇൻട്രസ്റ്റും മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ജോബ് പോസ്റ്റിങ്ങൾ കണ്ടാൽ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ ഇതിലുള്ളത്. ഇതോ നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് അലൈൻ ചെയ്യുന്ന, നിങ്ങളുടെ ഇൻട്രസ്റ്റുകളുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള കമ്പനികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. വെയിറ്റ് ടു ബി കോൺടാക്റ്റഡ്. ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഇതോ നേരെ അവരുമായിട്ട് കമ്പനികളിലേക്ക് ഇടിച്ചു കയറി കണക്ഷൻസ് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് പാരച്യൂട്ട് അപ്രോച്ച്. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ ജോബ് സെർച്ചിൽ പറയുന്നത്. അതേസമയം പാരച്യൂട്ട് അപ്രോച്ചിൽ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
കോമ്പീറ്റ് വിത്ത് 200+ ആപ്ലിക്കൻസ്. ഒരുപാട് പേരുണ്ടാവും ഈ ട്രഡീഷണൽ അപ്രോച്ച് ചെയ്യാൻ. പക്ഷേ പാരച്യൂട്ട് അപ്രോച്ചിലോ ഓഫൻ ബൈപാസ് ദ ആപ്ലിക്കേഷൻ പൂൾ. നിങ്ങൾക്ക് പേഴ്സണൽ കണക്ഷൻസും നെറ്റ്വർക്കും യൂസ് ചെയ്തുകൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് ആ കമ്പനിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു രീതിയാണ് പാരച്യൂട്ട് അപ്രോച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അടുത്ത കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. പലപ്പോഴും ഈ പാരച്യൂട്ട് അപ്രോച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നൊരു ടൂളാണ് ഈ ഫ്ലവർ എക്സസൈസ് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ ടു ഹെൽപ്പ് യു ഡിസൈൻ എ കരിയർ ദാറ്റ് ആക്ച്വലി ഫിറ്റ്സ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന് ചേർന്ന ഒരു കരിയർ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നമ്മുടെ ലൈഫും നമ്മുടെ കരിയറും രണ്ടും രണ്ട് ധ്രുവത്തിലുള്ളതാണെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്നൊരു കരിയർ തന്നെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ കരിയർ പാഷനേറ്റോടുകൂടി നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിന് ഏറ്റവും അനുയോജ്യമാകുന്ന കരിയർ ഏതാണ് എന്ന് ഡിസൈൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഫ്ലവർ എക്സസൈസ് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാം, ദിസ് ജസ്റ്റ് ലുക്ക് ലൈക്ക് എ ഫ്ലവർ. അതിലൊരു സെൻട്രൽ പോർഷൻ ഉണ്ട്. അതുകൂടാതെ 6 പെറ്റൽസ് അല്ലെങ്കിൽ 6 ഇതളുകളുണ്ട് ഈ ഫ്ലവറിന്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പോർഷനും ഈ 6 ഇതളുകളും എന്താണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ചേർന്ന കരിയർ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. സെൻട്രൽ പോർഷൻ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകാം. അതിലൊന്നാമത്തത്, സെൻറ്റർ ഓഫ് ദ ഫ്ലവർ ഈസ് മൈ പർപ്പസ് ഇൻ ലൈഫ്. ഇറ്റ്സ് അബൌട്ട് ഐഡൻറ്റിഫൈയിങ് യുവർ ഗൈഡിങ് വാല്യൂസ് ഇൻ ലൈഫ്. മൈ പർപ്പസ് ഇൻ ലൈഫ് എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഒരുപാട് പണം സമ്പാദിക്കാനാണോ? ബന്ധങ്ങൾ ഉണ്ടാക്കാനാണോ? അതോ എനിക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ ഒരുപാട് പണം സമ്പാദിക്കൽ മാത്രമാണോ? വെൽത്ത് ഉണ്ടാക്കൽ മാത്രമാണോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക? നിങ്ങളുടെ പർപ്പസ് എന്താണ് ജീവിതത്തിലെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദാറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ ഫ്ലവർ പർപ്പസ് ഇൻ ലൈഫാണ്. ഇറ്റ്സ് അബൌട്ട് ഐഡൻറ്റിഫൈ യുവർ ഗൈഡിങ് വാല്യൂസ്. പണമാണോ? ബന്ധങ്ങളാണോ? സാമൂഹിക സേവനമാണോ? രാഷ്ട്രീയമാണോ? നിങ്ങളുടെ വാല്യൂ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് ഇത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പിന്നെ ഓരോ ഇതളുകളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓരോ പെറ്റൽസും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെറ്റൽ 1 എന്താണ് സൂചിപ്പിക്കുന്നത്? ദ സ്കിൽസ് യു ആർ ലവിങ്. പെറ്റൽ 1 എന്താണ്? യുവർ സ്കിൽസ് യു ലവ് ടു യൂസ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെറിയ സ്പെല്ലിംഗ് എറർ ഉണ്ട്. യുവർ സ്കിൽസ് യു ലവ് യൂസിങ്. നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാകും. ഓക്കെ, ആ സ്കില്ലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നുണ്ടാവും, നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? നമുക്ക് നോക്കാം. വാട്ട് ആർ ദ സ്പെസിഫിക് സ്കിൽസ് യു നോട്ട് ഓൺലി ഹാവ് ബട്ട് യു എൻജോയ് യൂസിങ്. നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും, പക്ഷെ അതിൽ ചില സ്കില്ലുകൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് യൂസ് ചെയ്യാൻ. ഒരാൾക്ക് ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്, പാട്ട് പാടാനും ഇഷ്ടമാണ്, പ്രസംഗിക്കാനും ഇഷ്ടമാണ്. പക്ഷെ പാട്ട് പാടുമ്പോൾ അയാളത് വളരെയധികം കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കില്ലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. യുവർ സ്കിൽസ് യു ലവ് യൂസിങ്. നിങ്ങളുടെ സ്കില്ലുകൾ പലതുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് ഏറ്റവും എൻജോയ്മെൻറ്റ് തരുന്ന സ്കില്ല് ഏതാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ ഡിസൈനിങ് ഒരു സ്കില്ലുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ഓർഗനൈസിങ് പീപ്പിൾ ആൻഡ് ടാസ്ക്, ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ടാസ്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പിന്നെ ചിലപ്പോൾ എക്സ്പ്ലെയിനിങ് കോംപ്ലക്സ് ഐഡിയാസ്, ആർക്കും മനസ്സിലാവാത്ത ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ചിലപ്പോൾ കാര്യത്തെക്കുറിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പല സ്കില്ലുകളിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന സ്കില്ല് ഏതാണ് എന്നുള്ളതാണ് പെറ്റൽ 1 സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ പെറ്റൽ 2 എന്താ പറയുന്നത്? യുവർ പ്രിഫേർഡ് പീപ്പിൾ എൻവയോൺമെൻറ്റ്. സ്കിൽസ് നമ്മൾ പറഞ്ഞു, ഇനി പറയുന്നത് യുവർ പ്രിഫേർഡ് പീപ്പിൾ എൻവയോൺമെൻറ്റ്. വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡു യു വർക്ക് ബെസ്റ്റ് വിത്ത്? ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സിങ്ക് ആകുന്നതും നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നതും? എക്സ്ട്രോവേർട്ടുകളാണോ? നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തികളാണോ? ഇൻട്രോവേർട്ടുകളാണോ? അധികം സംസാരിക്കാത്ത വ്യക്തികളുമായിട്ടാണോ നിങ്ങൾ സിങ്ക് ആവുക? സ്മോൾ ടീംസിലാണോ നിങ്ങളെപ്പോഴും സിങ്ക് ആവുന്നത്, അതോ ലാർജ് ടീംസിലാണോ നിങ്ങൾ സിങ്ക് ആവുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതാണ് പെറ്റൽ 2, യുവർ പ്രിഫേർഡ് പീപ്പിൾ വർക്ക് എൻവയോൺമെൻറ്റ്. ഓക്കെ, അടുത്തത് പെറ്റൽ 3, യുവർ വാല്യൂസ് ആൻഡ് പ്രയോറിറ്റീസ്. ഇതാണ് പെറ്റൽ 3. നിങ്ങൾ എന്തിനാണ് വില കൊടുക്കുന്നത്? വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു യു അറ്റ് വർക്ക്?
വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു യു അറ്റ് വർക്ക്. ഒരു ജോലിയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണോ, അതോ ആ ജോലിയിൽ ആരും നിങ്ങളോടൊന്നും ചോദിക്കാനില്ല, നിങ്ങൾക്ക് പൂർണ്ണ അധികാരം തരുന്ന രീതിയിലുള്ള ജോലിയാണോ നിങ്ങൾക്കിഷ്ടം, അതോ ഒരു ജോലിയിൽ കുറച്ചൊക്കെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്ന സ്ഥിര വരുമാനം ഗവൺമെൻറ് ജോലി പോലത്തെ ഒരു ജോലിയാണോ നിങ്ങൾക്കിഷ്ടം, അതോ ഇന്നൊവേഷന് നല്ല ഒരു സാധ്യത തരുന്ന ജോലിയാണോ നിങ്ങൾക്കിഷ്ടം? അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം, ഒരു ജോലിയെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്തിനെയാണ്, വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് യു അറ്റ് വർക്ക് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, 4ാമത്തെ ഇതള് പെറ്റൽ 4 എന്താ പറയുന്നത്, യുവർ ഫേവറേറ്റ് നോളജ് ഫീൽഡ്സ്. യുവർ ഫേവറേറ്റ് നോളജ് ഫീൽഡ്സ് അതെന്താ പറയുന്നത്, വാട്ട് സബ്ജക്ട്സ് ഓർ ഐഡിയാസ് ഫാസിനേറ്റ്സ് യു. നിങ്ങൾക്ക് പല സബ്ജക്റ്റുകളെക്കുറിച്ച് അറിവുകളുണ്ടാവും, പക്ഷേ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ആകർഷിക്കുന്ന നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയ ഏതാണ്? നിങ്ങൾക്ക് ഫിനാൻസിനെ കുറിച്ചാണോ ഏറ്റവും കൂടുതൽ താല്പര്യം, സൈക്കോളജിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം, ഫാഷനാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, ടെക്നോളജിയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ? ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ അറിവുള്ളത്, നോളജ് ഫീൽഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നോളജ് ഫീൽഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഇതൾ 4 അല്ലെങ്കിൽ പെറ്റൽ 4. പെറ്റൽ 5 എന്താ പറയുന്നത്, യുവർ പ്രിഫേർഡ് വർക്കിംഗ് കണ്ടീഷൻ. യുവർ പ്രിഫേർഡ് വർക്കിംഗ് കണ്ടീഷൻ അതാണ് പെറ്റൽ 5. വാട്ട് ഡു യു ത്രൈവ്, അല്ലെങ്കിൽ യുവർ ഐഡിയൽ വർക്ക് സ്റ്റൈൽ മാറ്റേഴ്സ് മോർ ദാൻ എനി ജോബ് ടൈറ്റിൽ. ഏത് ജോലിയേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ജോലികൾ നിങ്ങൾക്ക് ജോലി അത്ര താല്പര്യമില്ലെങ്കിൽ പോലും എന്താണ്, യുവർ വർക്കിംഗ് കണ്ടീഷൻസ് ഹൈബ്രിഡ് റിമോട്ട് വർക്കിംഗ് അനുവദിക്കുന്നതായിരിക്കും. ജോലി സ്ഥലത്തേക്കേ വരണ്ട, ഫുൾ ടൈം നിങ്ങൾക്ക് റിമോട്ടിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു കണ്ടീഷൻ തരുന്ന ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജോലിയുടെ ടൈറ്റിൽ നിങ്ങൾക്ക്, ജോബ് റോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും യു ഹാവ് ദ ഫ്രീഡം ടു വർക്ക് ഫ്രം ഹോം. ചിലപ്പോൾ എന്താണ്, വർക്ക് ഫ്രം ഹോം നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഒരു ജോലി സ്ഥലത്ത് തന്നെ പോയി ചെയ്യുന്ന ജോലിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, വർക്കിംഗ് കണ്ടീഷൻ അതായിരിക്കും ഇഷ്ടം. ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു ഹൈബ്രിഡ് വർക്ക് കൾച്ചർ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കിംഗ് കണ്ടീഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പെറ്റൽ 6 സാലറി ആൻഡ് ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി. പെറ്റൽ 6 എന്താണ് പറയുന്നത്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ എന്തൊക്കെ തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിലും വി നീഡ് മണി ടു ലീവ്, ടു സർവൈവ്. അപ്പോൾ നിങ്ങൾ എത്ര രൂപയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഇത്ര റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ശമ്പളമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഇത്രയും ചിന്തിക്കുന്നതോടുകൂടി ഈ നിങ്ങളുടെ ഒരു ഏകദേശം നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്, അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ഓരോ സംഗതിയും നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുമ്പം ഈ പർപ്പസ് ഓഫ് ലൈഫിന് മാച്ച് ചെയ്യുന്ന രീതിയിലാകും നിങ്ങളുടെ ഒരു ജോലിയുടെ പ്രിഫറൻസുകൾ വരിക. അത്തരത്തിലുള്ളൊരു ജോലി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഈ ഫ്ലവർ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അടുത്തതായി പറയുന്നത് ഹൗ ടു റിസർച്ച് കരിയർ ഓപ്ഷൻസ്. കരിയർ ഓപ്ഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ജോബ് ബോർഡ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. ലിങ്ക്ഡിൻ, ഇൻഡീഡ് എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പല ജോബ് കരിയറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടും. കമ്പനി വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കരിയറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ചില ഇൻഫോർമേഷണൽ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ കരിയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. യൂട്യൂബ് ആൻഡ് പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കരിയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. കരിയർ വെബ്സൈറ്റുകളും ലിങ്ക്ഡിൻ പ്രൊഫൈൽസിലൂടെയൊക്കെ നിങ്ങൾക്ക് കരിയറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടും, പല പല ജോലികളെ കുറിച്ചിട്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കരിയർ റഡാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കരിയർ റഡാറിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണ്? വാട്ട് ഐ ലൈക്ക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? വാട്ട് ഐ ഡോണ്ട് ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്? പിന്നെ പീപ്പിൾസ് ടു കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതൊക്കെ ആൾക്കാരുമായിട്ട് സംസാരിക്കണം, കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ. ഒരു ജോബ് ടൈറ്റിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കരിയർ റഡാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി, ആ ജോലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ, ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയുണ്ട്, അതിനെന്തൊക്കെ സ്കിൽസ് വേണം, ഏതൊക്കെ ആൾക്കാരോട് സംസാരിച്ചാൽ ആ ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടും, പിന്നെ ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കരിയർ റഡാർ. ഇപ്പോൾ കരിയർ റഡാറിലെ പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ജോബ് ടൈറ്റിൽ, വാട്ട് ഐ ലൈക്ക്, വാട്ട് ഐ ഡോണ്ട് ലൈക്ക്, സ്കിൽസ് നീഡഡ് ഫോർ ദ ജോബ്, പീപ്പിൾ ടു കോണ്ടാക്ട് ആണ്, ദർ ഇസ് എ സ്മോൾ സ്പെല്ലിംഗ് എറർ, പീപ്പിൾ ടു കോണ്ടാക്ട്, ആൻഡ് സ്റ്റിൽ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് കരിയർ റഡാറിൽ വരുന്നത്. പിന്നെ
4 സ്മാർട്ട് വേ ടു ടെസ്റ്റ് എ കരിയർ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫ്ലവർ എക്സസൈസ് നടത്തി പാരച്യൂട്ട് വഴി അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് വഴിയായിട്ടൊരു കരിയറിലേക്കൊക്കെ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആ കരിയർ നിങ്ങൾക്ക് സ്യൂട്ടാകുമോ എന്നറിയാൻ വേണ്ടി ഒരു 4 സ്മാർട്ട് വേ ടു ടെസ്റ്റ് എ കരിയർ ഉണ്ട്. എല്ലാം തിരഞ്ഞെടുത്ത് നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. അതിലൊന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഷാഡോ സം വൺ എന്ന് പറഞ്ഞാൽ ഒരാളെ പിന്തുടരുക. സ്പെൻഡ് എ ഡേ ഒബ്സർവിങ് സമ്മൺ ഇൻ ദ ജോബ് യു ആർ ക്യൂരിയസ് അബൌട്ട്. നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളെ നിങ്ങളൊന്ന് ഷാഡോ ചെയ്യുക. എന്നിട്ട് അയാൾ എങ്ങനെയൊക്കെ അത് ചെയ്യുന്നത്, അയാൾ ഹാപ്പി ആണോ എന്നുള്ളത് നോക്കി കാണുക. എ മിനി പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. ഓഫർ ടു ഫ്രീലാൻസ്, കൺസൾട്ട് ഓർ വോളണ്ടിയർ ഫോർ എ ഷോർട്ട് ടാസ്ക് ദാറ്റ് ഫീൽഡ്. നിങ്ങൾ കണ്ടിരിക്കുന്ന ജോലി മേഖലയിൽ ഒരു മിനി പ്രൊജക്റ്റ് ഫ്രീലാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിട്ടോ വോളണ്ടിയർ ചെയ്തോ എങ്ങനെയെങ്കിലും ഒരു ഒരു മിനി പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ടേക്ക് എ കോഴ്സ് വിത്ത് റിയൽ ടാസ്ക്. അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ജോലിയിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ, തിയറി പഠിക്കാനല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ ഒന്ന് എൻറോൾ ചെയ്ത് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ കണ്ടക്ട് എ റിയാലിറ്റി ചെക്ക്. ആ ജോലി ഓൾറെഡി വിട്ടുപോയ ഒരാളാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ജോലി വിട്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാരച്യൂട്ട് എക്സസൈസ് വഴിയായിട്ടോ അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് വഴിയായിട്ടോ ഫ്ലവർ എക്സസൈസ് ഒക്കെ നടത്തി നിങ്ങൾ കണ്ടെത്തിയ കരിയർ നിങ്ങൾക്ക് സ്യൂട്ടാകുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി ടോപ്പ് 5 ടിപ്സ് ഫോർ ചേഞ്ചിങ് ഓർ ചൂസിങ് എ കരിയർ. ഒരു 5 ടിപ്സ്. നമ്മൾ ഓൾറെഡി കരിയർ ചേഞ്ച് ചെയ്യുന്നതിന് 2 സ്റ്റെപ്പ് സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ജോലി കണ്ടെത്തുന്നതിന് നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചും പാരച്യൂട്ട് അപ്രോച്ചും പറഞ്ഞു, പിന്നെ ഫ്ലവർ എക്സസൈസ് ഒക്കെ പറഞ്ഞു. ഇതൊരു ടോപ്പ് 5 ടിപ്സ് എന്നുള്ള രീതിയിൽ. ഒന്നാമത്തത് എന്താണ്? സ്റ്റാർട്ട് വിത്ത് സെൽഫ് നോളജ്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. ഡോണ്ട് ചേസ് ട്രെൻഡ്സ് ഓർ ടൈറ്റിൽസ്. ട്രെൻഡുകൾക്കനുസരിച്ച് ടൈറ്റിലുകൾക്ക് അനുസരിച്ച് അതിനൊന്നും പുറകെ പോവാതെ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറ്റിയൊരു കരിയർ ചൂസ് ചെയ്യുക. എക്സ്പ്ലോർ ബിഫോർ യു ഡിസൈഡ്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ റഷ് ചെയ്യരുത്. റഷിങ് ലീഡ്സ് ടു റിഗ്രറ്റ്. ഓക്കെ, ക്യൂരിയോസിറ്റി ലീഡ്സ് ടു ക്ലാരിറ്റി. റഷിങ് ലീഡ്സ് ടു റിഗ്രറ്റ്. നിങ്ങൾ റഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ധൃതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകും. അതേസമയം ക്യൂരിയോസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് നിങ്ങളുടെ മേഖലകൾ എക്സ്പ്ലോർ ചെയ്യുക. ബിൽഡ് എ ബ്രിഡ്ജ്, ഡോണ്ട് ലീപ്പ് ബ്ലൈൻഡ്ലി. നേരെ പോയി എങ്ങോട്ടെങ്കിലും ചാടാതെ നിങ്ങളൊരു കണക്ഷൻസ് വരുത്തുക, പീപ്പിളുമായിട്ട് കണക്ട് ചെയ്യുക, അവരുമായിട്ട് റെഫറൻസ് ഒക്കെ ഉണ്ടാക്കിയ ശേഷം ഒരു ജോലിയിലേക്ക് എത്തുക. അങ്ങനെ പോയാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളെടുക്കുന്ന ബിഗ് ചേഞ്ചസ് ഡോണ്ട് ഹാവ് ടു ഫീൽ ബിഗ് റിസ്ക്. വലിയ ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ അത് വലിയ റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഇഫ് യു ഹാവ് എ ഗുഡ് കണക്ഷൻസ് ആൻഡ് റെഫറൽസ്. യൂസ് ദ ഹിഡൻ ജോബ് മാർക്കറ്റ്. എപ്പോഴും ജോലി പോസ്റ്റ് ചെയ്യപ്പെടണമെന്ന് നിർബന്ധം പിടിക്കരുത്. മോസ്റ്റ് ജോബ്സ് ആർ നോട്ട് പോസ്റ്റഡ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജോലി ഒഴിവുണ്ടോ എന്നുള്ളത് യു വാണ്ട് ടു അൺലോക്ക് ദിസ് ത്രൂ പീപ്പിൾ. നിങ്ങളുടെ പരിചയങ്ങൾ, നിങ്ങളുടെ ജോലി സംബന്ധമായ കണക്ഷൻസ് ഒക്കെ വെച്ച് പല ഹിഡൻ ജോബ് മാർക്കറ്റും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്റ്റേ പേഷ്യൻറ്റ് ആൻഡ് സ്റ്റേ ഇൻ മോഷൻ. കരിയർ ക്ലാരിറ്റി വിൽ നോട്ട് കം ഇൻ എ സെക്കൻഡ്. ഇറ്റ് കം ത്രൂ റിഫ്ലക്ഷൻ, മോഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഒറ്റ സെക്കൻഡ് കൊണ്ടൊന്നും കിട്ടില്ല. അതുകൊണ്ടത് പേഷ്യൻസോടുകൂടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫ്ലവർ എക്സസൈസ് ഒക്കെ ചെയ്ത് ട്രഡീഷണൽ അപ്രോച്ചസ് നടത്തി നോക്കി, പാരച്യൂട്ട് അപ്രോച്ചൊക്കെ നടത്തി നോക്കി നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് സം റിഫ്ലക്ഷൻ, ഐഡിയാസ് കിട്ടും. യു ഷുഡ് ഹാവ് ടു മേക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ചൊരു ക്ലാരിറ്റി ലഭിക്കും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഫോർ ചൂസിങ് ഓർ ചേഞ്ചിങ് കരിയേഴ്സ്. അപ്പോൾ that's all about the first module. Thank you.